ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസ്, ആർഗ്യുമെന്റ്സ് എന്താണെന്ന് നോക്കി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടാസ്കുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഫങ്ഷൻസും ആർഗ്യുമെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ മറക്കരുത്. ഈ വീഡിയോയിൽ നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാനൊക്കെയാണ് പൈത്തണിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണുള്ളത്: ലിസ്റ്റ്, ടപ്പിള്, സെറ്റ്, ഡിക്ഷണറി. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസിനെ ഒരു സിംഗിൾ വേരിയബിളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ്, ടപ്പിള്, അതുപോലെ സെറ്റ് എന്നീ ഡാറ്റ സ്ട്രക്ചറുകൾ യൂസ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിൻ്റെ മാനിപ്പുലേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് ആർ യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ ഐറ്റംസ് ഇൻ എ സിംഗിൾ വേരിയബിൾ. ഒരു വേരിയബിളിൽ മൾട്ടിപ്പിൾ ഐറ്റംസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ആയിരിക്കും, അതുപോലെ മ്യൂട്ടബിൾ ആയിരിക്കും. അതായത് ലിസ്റ്റിലേക്ക് എലമെന്റ്സിനെ ഒരു തവണ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് മ്യൂട്ടബിൾ എന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിസ്റ്റിൽ എന്താ, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് അലൗഡ് ആണ്. ഇനി നമുക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റിന് നമുക്ക് ഒരു വേരിയബിൾ കൊടുക്കുന്നു. ആ വേരിയബിൾ കൊടുത്തതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കൊടുക്കുന്നു. ഇവിടെ എന്താ, ഒരു സിംഗിൾ വേരിയബിളിലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പം ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ലിസ്റ്റിൻ്റെ പേര് കണ്ടോ, ലിസ്റ്റ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് എ, അത് ലിസ്റ്റാണ്. ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലിസ്റ്റിലത്തെ എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലിസ്റ്റിലത്തെ എലമെന്റ്സിനെ നമുക്ക് ആദ്യം ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് ഇൻഡെക്സ് നമ്പർ, അതായത് ഈ 1ന്റെ പൊസിഷൻ 0th പൊസിഷനാണ്, 2യുടെ 1 ഒന്നാമത്തെ പൊസിഷനാണ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് എലമെന്റ് 1നെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എ ഓഫ് 0. അപ്പോൾ 0th ഇൻഡെക്സിൽ 0th പൊസിഷനിലുള്ള എലമെന്റ് ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരാം. കണ്ടോ, 1 ആണ് പ്രിന്റ് ആയിട്ട് വന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഏത് പൊസിഷനിലാണോ വേണ്ടത് അതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ ഒരു ഫോർ ലൂപ്പ് വഴി പ്രിന്റ് ചെയ്യിക്കാം. ഫോർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫോർ ഐ ഇൻ ലിസ്റ്റിൻ്റെ പേര്, എന്നിട്ട് ഐനെ പ്രിന്റ് ചെയ്യിച്ചാൽ മതി. പ്രിന്റ് ഐ. അപ്പോൾ എന്താ, എ എന്ന് പറഞ്ഞ ലിസ്റ്റിലത്തെ ഓരോ എലമെന്റും ഐയിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഐനെ പ്രിന്റ് ചെയ്യിച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ റൺ ചെയ്യിച്ചപ്പോൾ കണ്ടോ, ഓരോ എലമെന്റ്സിനെയും പ്രിന്റ് ചെയ്തു വന്നു. ഇങ്ങനെ നമുക്ക് ലിസ്റ്റിലത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലിസ്റ്റിൽ അങ്ങനെ പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ലിസ്റ്റിലൊരു പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് അപ്പൻഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റിന്റെ പേര് വിളിച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൻഡ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ പുതിയ എലമെന്റിനെ ആഡ് ചെയ്യേണ്ടത് അത് കൊടുത്തു. ഞാൻ 6 കൊടുത്തു. ഇനി നമുക്ക് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് റൺ ചെയ്തപ്പോൾ നോക്കിയേ, 5 വരെ ഉണ്ടായിരുന്നുള്ളൂ. 6ാമത്തെ എലമെന്റ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് പൊസിഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അപ്പൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ അപ്പൻഡ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ എന്താണ്, പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ലിസ്റ്റിലത്തെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് ആഡ് ആയത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിലാണ് ആഡ് ആക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഏത് പൊസിഷൻ്റെ ഉള്ളിൽ, ഇൻസേർട്ട് എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷനാണ്. ഇതിൽ 2 ആർഗ്യുമെന്റ് ഉണ്ടായിരിക്കും. ആദ്യത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പൊസിഷനാണ്. അപ്പോൾ 0th പൊസിഷനിലാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. 2ാമത്തെ ആർഗ്യുമെന്റ് പുതിയ എലമെന്റിന്റെ പേരാണ്. അപ്പോൾ 0th പൊസിഷനിൽ 7 ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. ഇനി നമുക്ക് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് എ. കണ്ടോ, 0th പൊസിഷനിൽ പുതിയ എലമെന്റിനെ ആഡ് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല ലാസ്റ്റ് പൊസിഷനിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അപ്പൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നമുക്കൊരു ലിസ്റ്റിലത്തെ എലമെൻറ്റിനെ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. അതുപോലെ ലിസ്റ്റിലത്തെ എലമെൻറ്റ്സിൽ എങ്ങനെ പുതിയ എലമെൻറ്റുകളെ ആഡ് ചെയ്യാമെന്ന് നോക്കി. ഇനി ലിസ്റ്റിലത്തെ എലമെൻറ്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ലിസ്റ്റിലത്തെ എലമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലിസ്റ്റിൻ്റെ പേര് വിളിക്കുക, ഏത് എലമെൻറ്റിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം. 0th എലമെൻറ്റിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാം, 10 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ എലമെൻറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്തുണ്ടാവും, 0th എലമെൻറ്റ് എന്താണ്, 1 ആണ്. 1 എന്ന് പറഞ്ഞത് 10 ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ലിസ്റ്റിൻ്റെ പേര് എ ആണ്. 0th എലമെൻറ്റ് മാറിയിട്ട് 1 മാറിയിട്ട് 10 ആയി മാറി. ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റിലത്തെ എലമെൻറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലിസ്റ്റിലത്തെ എലമെൻറ്റ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ലിസ്റ്റിൻ്റെ പേരിട്ടിട്ട് റിമൂവ് എന്നൊരു മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് എലമെൻറ്റിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ 5നെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 കൊടുത്തു. ഇനി നമുക്ക് ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്യിക്കാം. പ്രിൻറ്റ് ലിസ്റ്റിൻ്റെ പേര് കണ്ടോ. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ എന്ത് എലമെൻറ്റാണോ കൊടുത്തത് അത് പോയി. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റിൻ്റെ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാം, അതുപോലെ അപ്ഡേറ്റും ചെയ്യാം. ഇപ്പോൾ ലിസ്റ്റിൽ നമുക്ക് എങ്ങനെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കി, ആഡ് ചെയ്യാമെന്ന് നോക്കി, അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കി, റിമൂവ് ചെയ്യാമെന്ന് നോക്കി. ഇത്രയാണ് ലിസ്റ്റ് ഓപ്പറേഷൻസ് വരുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചർ വരുന്നത് ടപ്പിളാണ്. അപ്പോൾ ടപ്പിൾ എന്താണെന്ന് നോക്കാം. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പിളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സിനെ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ടപ്പിളിലേക്ക് പുതിയ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പം അതിനെയാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയാം. അതായത് ടപ്പിളിലുള്ള എലമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. പിന്നെ ടപ്പിളിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ അലൗഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ടപ്പിൾ എന്ന് നോക്കാം. ടപ്പിളിന് നമുക്കൊരു പേര് കൊടുക്കാം. = ടപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക, ഇതിനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എലമെൻറ്റ്സിനെ കൊടുക്കാം. ഞാൻ ABC എന്ന് കൊടുക്കുന്നുണ്ട്, A,B,C. ഇനി നമുക്ക് എനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് എ ഉണ്ടോ, ABC എന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു ടപ്പിളാണ്. അതായത് ഈ ഒരു ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടപ്പിളാന്ന് മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് എ അത് ടപ്പിളാണ്. ടപ്പിളിലത്തെ എലമെൻറ്റ്സിനെ നമുക്ക് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പ്രിൻറ്റ് ഇൻഡെക്സ് നമ്പർ ആയിട്ടുള്ള A(0) എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 0 എന്ന് പറഞ്ഞു കൊടുത്താൽ ഫസ്റ്റ് നമ്പർ വരും, ഫസ്റ്റ് എലമെൻറ്റ് വരും. ഉണ്ടോ, ഇങ്ങനെ ഇൻഡെക്സ് നമ്പർ വെച്ച് ആക്സസ് ചെയ്യാം. അതുപോലെ ഫോർ ലൂപ്പും വെച്ച് ആക്സസ് ചെയ്യാം. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇവിടെ ഫോർ I ഇൻ ലിസ്റ്റിൻ്റെ പേര് പ്രിൻറ്റ് I ഇങ്ങനെ കൊടുത്താലും ലിസ്റ്റിലത്തെ ഓരോ എലമെൻറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ടപ്പിളിലുള്ള എലമെൻറ്റ്സിലേക്ക് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല, അതുപോലെ വേറൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ടപ്പിളിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഇനി നമുക്ക് പൈത്തണിൽ സെറ്റ് എന്താണെന്ന് നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ആണ്. അൺഓർഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അതേ ഓർഡറിലായിരിക്കില്ല സെറ്റിലെ എലമെൻറ്റ് പ്രിൻ്റായി വരാം. പിന്നെ അൺചേഞ്ചബിൾ, ഒരു വട്ടം കൊടുത്ത എലമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻഡെക്സ്ഡ് ആണ്. അതായത് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലൊക്കെ എലമെൻറ്റിനെ ആക്സസ് ചെയ്തുല്ലോ, സെറ്റിൽ അങ്ങനെ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് അതിൽ വരില്ല. നമ്മൾ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ കൊടുത്താലും പ്രിൻ്റ് ചെയ്യിക്കുന്ന സമയത്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പോയിട്ടുണ്ടാവും. നമുക്കത് കൊടുത്തു നോക്കാം. ഞാൻ A എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് കൊടുക്കുന്നു. സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് കേർലി ബ്രാക്കറ്റ് ആണ്. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഓരോ എലമെൻറ്റ്സിനെയും കൊടുക്കുകയാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് എലമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻറ്റ് സെറ്റിൻ്റെ പേര് A എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റിനെ എടുത്തിട്ടില്ല. ഇനി സെറ്റിലത്തെ എലമെൻറ്റ് അൺഇൻഡെക്സ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അൺഇൻഡെക്സ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ വെച്ച് പ്രിൻറ്റ് ചെയ്യിക്കാൻ നോക്കി. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കൊടുത്താലും ഇതിൽ വർക്ക് ചെയ്യില്ല, എറർ കാണിക്കും. കണ്ടോ, അപ്പോൾ അതുപോലെ ഇൻഡെക്സ് നമ്പർ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റിലത്തെ എലമെൻറ്റ്സിന് നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം, ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ഫോർ ലൂപ്പ് വെച്ച് ആക്സസ് ചെയ്യാം കേട്ടോ. ഫോർ I ഇൻ സെറ്റിൻ്റെ പേര് A. ഇനി പ്രിൻറ്റ് I.
ഇങ്ങനെ ഫോർ ലൂപ്പ് വെച്ചിട്ട് സെറ്റിൽ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സെറ്റിൽ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, സെറ്റിൻ്റെ പേര് എ ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പുതിയതായിട്ട് കൊടുത്ത എലമെൻറ്റിനെ ആഡ് ചെയ്യും. സെറ്റിനെ പ്രിൻ്റ് ചെയ്യിക്കാം, പ്രിൻ്റ് എ. അപ്പോൾ പുതിയ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റിലേക്ക് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാം. ഇതുപോലെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സെറ്റിൻ്റെ പേര് ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ വിളിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്താണോ റിമൂവ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഞാൻ 2 ആണ് റിമൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം സെറ്റിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ പ്രിൻ്റ് സെറ്റിൻ്റെ പേര് എ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉണ്ടോ ആ 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് റിമൂവ് ആയി. അപ്പോൾ സെറ്റിലെ എലമെൻറ്റിനെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും സാധിക്കില്ല. ഇങ്ങനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഫോർ ലൂപ്പ് വെച്ചിട്ട് സെറ്റിലത്തെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ ഡിക്ഷണറീനെ കുറിച്ചിട്ടാണ് നോക്കുക. ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് ആണ്, അതുപോലെ ചേഞ്ചബിൾ ആണ്. ഡസ് നോട്ട് അലൗഡ് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻസിനെ അലൗ ചെയ്യില്ല. അതുപോലെ ഡിക്ഷണറിയിൽ എങ്ങനെയാണ് ഐറ്റംസ് പ്രസൻറ്റ് ചെയ്തത്, കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ പേഴ്സൺ എന്നാണ് ഡിക്ഷണറിയുടെ പേര്. പേഴ്സൺ ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കീ വാല്യൂ പെയറായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ പേഴ്സൻ്റെ നെയിമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുക. നെയിം ABC, ഏജ് 10 കൊടുക്കും. ഇവിടെ നെയിം എന്ന് പറഞ്ഞത് കീ ആണ്, ABC എന്ന് പറഞ്ഞത് വാല്യൂ ആണ്, ഏജ് എന്ന് പറഞ്ഞത് കീ ആണ്, 10 എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഇതുപോലെ കീ വാല്യൂ പെയറായിട്ടായിരിക്കും ഡിക്ഷണറിയിൽ കൊടുക്കുക. ഇനി പ്രിന്റ് പേഴ്സൺ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഡിക്ഷണറീനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി ഡിക്ഷണറിയിലത്തെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗെറ്റ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഡിക്ഷണറിയുടെ പേര് വിളിക്കുക, പേഴ്സൺ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ കീ കൊടുക്കാം. നെയിം എന്നാണ് വേണ്ടത്. നെയിം എന്ന് ഗെറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീയിലത്തെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അതിനെ നമുക്കൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാം. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി എനെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് എ. അപ്പോൾ ആ നെയിമിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഡിക്ഷണറിയിലത്തെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാം. ഇനി ഡിക്ഷണറിയിലത്തെ എലമെൻറ്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആ നെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിക്ഷണറിയുടെ പേര് വിളിക്കുക, പേഴ്സൺ ഡോട്ട് പേഴ്സൺ കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നെയിം ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം എന്ന് കൊടുത്തു, ആ കീ കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു എന്താണ് ആവേണ്ടത്, XYZ എന്നാവണം. ഇനി നമുക്ക് പേഴ്സണെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് ആ നെയിം അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഡിക്ഷണറിയിലത്തെ എലമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡിക്ഷണറിയിൽ പുതിയൊരു കീ വാല്യൂ പെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിക്ഷണറിയുടെ പേര് വിളിക്കുക, പേഴ്സൺ, എന്നിട്ട് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. പ്ലേസ് ആണ് ആഡ് ചെയ്യേണ്ടത്, പ്ലേസ് കൊടുത്തു. ഈക്വൽ ടു പ്ലേസിൻ്റെ വാല്യൂ കൊടുത്തു, തൃശ്ശൂർ. ഇനി ഡിക്ഷണറീനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. പ്രിൻ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ വാല്യൂ പെയറും കൂടി നമ്മുടെ ഡിക്ഷണറിയുടെ ഒപ്പം ആഡ് ആയിട്ടുണ്ട്. ഇനി ഡിക്ഷണറിയിലത്തെ എലമെൻറ്റിനെ, ഒരു കീ വാല്യൂ പെയറിനെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഡിക്ഷണറിയുടെ പേര് വിളിക്കുക, പേഴ്സൺ എന്ന് വിളിച്ചു. എന്നിട്ട് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അതിനുള്ളത്. പോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്താണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കീ, ആ കീ ആണ് കൊടുക്കുന്നത്. അപ്പം ഏജ് ആണ് എനിക്ക് കളയേണ്ടത്. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ആ പേഴ്സണെ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻ്റ് ഡിക്ഷണറിയുടെ നെയിം ഉണ്ടോ. അപ്പോൾ ഏജ് പോയി. ഇങ്ങനെയാണ് ഡിക്ഷണറിയിൽ ഒരു കീ വാല്യൂ പെയറിനെ റിമൂവ് ചെയ്യുന്നത്. പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതുമായി ബന്ധപ്പെട്ട ചെറിയ 2 ടാസ്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ടാസ്ക്, ടേക്ക് 10 ഇൻറ്റീജർ ഇൻപുട്ട് ഫ്രം യൂസർ, സ്റ്റോർ ദം ഇൻ എ ലിസ്റ്റ് ആൻഡ് പ്രിൻറ്റ് ദം ഓൺ സ്ക്രീൻ. 10 നമ്പേഴ്സ് യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുക. അതിനെ നമ്മൾ ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന
വാല്യൂസ് എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇൻസേർട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ഇൻ പൈത്തൺ ടു ഫിൽറ്റർ ഓഡ് ആൻഡ് ഈവൺ നമ്പർ ഫ്രം എ ലിസ്റ്റ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. നേരത്തെ 10 ഇൻറ്റീജർ ഔട്ട്പുട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഡിസ്പ്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ഓഡും ഈവണും ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് സെപ്പറേറ്റ് പ്രിന്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ 2 ടാസ്ക് ലിസ്റ്റിൻ്റെ ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, പല ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് നോക്കി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടാസ്കുകളെല്ലാം ചെയ്ത് നോക്കുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇതുവരെ നമ്മൾ പൈത്തൻ്റെ ബേസിക് കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. വേരിയബിൾസ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഫോർ ലൂപ്പ്, ഫങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അതുപോലെ പൈത്തണിൽ കൂടുതൽ ടോപ്പിക്കുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഇതുവരെയ്ക്കുള്ള വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർഡിൽ ഫുൾ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.